നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള വീടുകളാണെങ്കിൽ, ഒരുപാട് ഉറങ്ങാൻ പറ്റാത്തത് ഇങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ ഓരോ കോണിലും വെക്കുക, ഓരോ ദിവസം മാറ്റുക. അതായത് ഓരോ കോണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ ആ ഒരു 4 ചുവട്ടിലല്ലേ എവിടെങ്കിലും കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക. അങ്ങനെ നമുക്ക് ക്ലെൻസ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം അങ്ങനെ ചെയ്യാം. ഓഫീസിൽ, വീട്ടിൽ, വാഹനത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ തന്നെ ആയിരിക്കും. ഋഷി, നമുക്ക് മനുഷ്യർക്കുള്ള പോലെ തന്നെ എനർജി ഫീൽഡ്, അതായത് ഓറ എന്ന് പറയുന്ന ഒരു എനർജി ഫീൽഡ് വസ്തുക്കൾക്കുണ്ടോ? വസ്തുക്കൾക്കുണ്ട്. ഒരു വീടിനുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പൊ ഒരു വീട്ടിന്റെ ഓറ ശരിയല്ലെങ്കിൽ അത് അവിടെ താമസിക്കുന്നവരെ മോശമായിട്ട് എഫക്ട് ചെയ്യില്ലേ? ഓറ എന്ന് ഉദ്ദേശിക്കുന്ന വീട്ടിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത, നമ്മളുടെ തോട്ട്സ്, ഫിയേഴ്സ്, അതേപോലെ എനർജീസ് എല്ലാം വീട്ടിൽ തങ്ങി നിൽക്കും. ഇപ്പോൾ ചില വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു ഹെവി ഫീലിംഗ്, ഒരു പോസിറ്റീവ്, നല്ലതല്ലാത്തൊരു ഫീലിംഗ്. ചിലയിടത്ത് കയറി ചെല്ലുമ്പോഴേ നമുക്ക് ഭയങ്കര പോസിറ്റീവ്, നമ്മൾ ഈവൻ കുറച്ച് ഡിപ്രസ്ഡ് ആണെങ്കിൽ പോലും അതിനകത്ത് കയറി ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. ഈ ഫീലിംഗ് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ വീട്ടിലുള്ളവരുടെ ചിന്തകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം. ഒരിക്കലും 100% അല്ല, എന്നാലും ആരൊക്കെയോ അവിടെ പ്രോബ്ലം ഉള്ളവരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓറ തങ്ങി ക്ലെൻസ് ചെയ്യാത്തിടത്തോളം കാലം ഇതിങ്ങനെ വീണ്ടും 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 ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീട്ടുകാർക്ക് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തോട്ട് അവിടെയുള്ള ബീയിങ്സിന്, അവിടെയുള്ള ആൾക്കാർക്ക് അത് മനുഷ്യരെ പോലെ തന്നെ അവിടെയുള്ള എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യില്ലേ? മൃഗങ്ങളെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല മനുഷ്യ, കാരണം മൃഗങ്ങൾക്ക് അത് എത്രമാത്രം റെക്കഗ്നൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, റിസപ്റ്റീവ് അല്ല. പക്ഷെ മൃഗങ്ങൾക്ക് അറിയാൻ സാധിക്കും നെഗറ്റീവ് പ്രസൻസ്. തോട്ട് ഒരിക്കലും അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നെഗറ്റീവ് എനർജിയുടെ ഒക്കെ പ്രസൻസ് ചില മൃഗങ്ങൾക്കും ചില ഇതിനും എല്ലാം സെൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം. അങ്ങനെ പറ്റും. ചില അപകടങ്ങളൊക്കെ, ദുരന്തങ്ങളൊക്കെ ഈ മൃഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് സെൻസ് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അബിലിറ്റീസ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് ടെക്നോളജി, ഒരുപാട് ഇപ്പൊ ഡിപ്പെൻഡൻസി കൂടി വന്നപ്പോൾ നമ്മളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള പല അബിലിറ്റി പോയി. ഇപ്പൊ നമ്പർ പണ്ട് എല്ലാവരും ഓർത്ത് വെക്കും, ആർക്കറിയാം. അതേപോലെ അപ്പൊ ഒരു വീടിന്റെ ഓറ നമുക്ക് ക്ലെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ താമസിക്കുന്നവരെ കറക്റ്റ് ചെയ്യണം, അങ്ങനെയാണോ പറയുന്നത്? അല്ല, വീടിന്റെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് എക്സ്റ്റേണലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട്, ഇന്റേണലി ചെയ്യാവുന്ന കാര്യമുണ്ട്. രണ്ടും പറയാം. എക്സ്റ്റേണലി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ക്ലെൻസിങ്ങിന് എല്ലാ മതങ്ങളിലും എല്ലാ ധർമ്മങ്ങളിലും ഉപയോഗിക്കുന്നതാണ് സോൾട്ട്. സോൾട്ട് എന്ന് പറയുന്നത് സീ സോൾട്ട്, അയഡിൻ ചേർക്കാത്ത സീ സോൾട്ട്. അത് നാച്ചുറലി അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഓരോ എല്ലാ റൂമിൻ്റെ ഒരു കോർണറിൽ നമ്മളത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വൈബ്രേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നതാണ് എല്ലാ ട്രഡീഷൻസിൻ്റെയും വിശ്വാസം. പണ്ടൊക്കെ യോഗിമാരാണെങ്കിൽ ഈ പല സന്ദർഭങ്ങളിലും കടലിൽ കുളിക്കും, അങ്ങനെയുള്ള പല പരിപാടികളും ചെയ്യും, ഉപ്പുവെള്ളത്തിൽ, അങ്ങനെയുള്ള പല തന്ത്രയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള വീടുകളാണെങ്കിൽ, ഒരുപാട് ഉറങ്ങാൻ പറ്റാത്തത് ഇങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ ഓരോ കോണിലും വെക്കുക, ഓരോ ദിവസം മാറ്റാം. അതായത് ഓരോ കോണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ ആ ഒരു 4 ചുവട്ടിൽ എവിടെങ്കിലും കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക, തുറന്നു വെക്കുക. തുറന്നു വെച്ചതിന് ശേഷം ഓരോ ദിവസവും മാറ്റുക. ആദ്യത്തെ ആഴ്ച അത് ഇന്ന പാത്രത്തിൽ, അതായത് ചിലർ പറയാറുണ്ട് ഗ്ലാസ്സിൽ വെക്കാൻ പാടില്ല, ചിലർ ഗ്ലാസ്സിൽ വെക്കാം, അങ്ങനൊന്നും ഇല്ല. പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുത് എന്നൊക്കെ അങ്ങനൊന്നും ഇല്ല. ബേസിക്കലി ഏതെങ്കിലും ഒരെണ്ണത്തിൽ വെക്കുക, സോൾട്ട് ഓപ്പൺ ആയിട്ട് വെക്കുക. അതിനുശേഷം എല്ലാ ദിവസവും മാറ്റുക. ആദ്യത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ച 3 ദിവസത്തിൽ ഒരിക്കൽ മാറ്റണം, പിന്നെ ആഴ്ചയിൽ 1 ദിവസം മാറ്റണം. ഇങ്ങനെയാണ് സോൾട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ എന്താ പറയാ, പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ബെൽ റിംഗിങ് എല്ലാ ദിവസവും ഈ ബുദ്ധിസത്തിലുണ്ട്, ടിബറ്റൻ ബുദ്ധിസത്തിലുണ്ട്. അതായത് അമ്പലത്തിലൊക്കെ ഉള്ള മണിയില്ല, എല്ലാ ദിവസവും ഓരോ റൂമിലും ഇങ്ങനെ മണി അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്. പുകയ്ക്കത്തില്ലേ, അതേപോലെ അതിന് പകരം റിംഗ്, അതേപോലെ അതിന് പകരം നമ്മൾ ബെല്ല് പ്ലേ ചെയ്യും. അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്, രാവിലെയും രാത്രിയും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ബുദ്ധിസത്തിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫ്രാങ്ക് ഇൻസെൻസ്, കുന്തിരിക്കം. അപ്പോൾ ഫ്രാങ്ക് ഇൻസെൻസ്
അത് ഒരുപാട് ട്രഡീഷൻസിലുണ്ട്. ഫ്രാങ്ക് ഇൻസെൻസ് പുകയ്ക്കുക എല്ലാ റൂമിലേക്കും, എല്ലാ ദിവസവും വൈകിട്ട് അത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം, അങ്ങനൊന്നുമില്ല, വൈകിട്ടാണ് ഏറ്റവും നല്ലത്. ആ ഒരു സമയത്താണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് മൈൻഡിന് സ്ട്രെസ് വരുന്നത് ഏകദേശം ആ ടൈം ആയിരിക്കും. ത്രിസന്ധ്യ എന്ന് പറയുന്നത് ത്രിസന്ധ്യ ആ ഒരു സമയത്തായിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കൂടുതലും അത് അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇരുട്ടുന്ന സമയത്തോടെയാണ് ഈ എനർജിയുടെ വ്യത്യാസം ഉണ്ടാവുക, ഹെവിനെസ് കൂടുക എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത് കൂടുതലായിട്ട് പിന്നെ ചില ആൾക്കാർ സെയ്ജ് എന്ന് പറഞ്ഞിട്ട്, അത് പേഴ്സണലി ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. സെയ്ജ് അത്ര പോസിറ്റീവ് എഫക്റ്റ് തന്നെ എപ്പോഴും കിട്ടണമെന്നില്ല, അത് ചില നെഗറ്റീവ് എഫക്ട്സും ഉണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് സെയ്ജ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ ഫ്രാങ്ക് ഇൻസെൻസ് ആണ് ബെസ്റ്റ്. കുന്തിരിക്കം, അത് ഒറിജിനൽ കുന്തിരിക്കം നമ്മൾ വാങ്ങിയിട്ട് ഇത് ചെയ്യുന്നതാണ്. ഒരുപാട് കെമിക്കൽ ഇത് കിട്ടുന്നുണ്ട്. കുന്തിരിക്കം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതെല്ലാം എസൻസ് ചേർത്ത് കെമിക്കൽ ഒറിജിനൽ സാധനം വാങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും അത് ഇൻഹെയിൽ ചെയ്യുന്നതിനോടും ഒരുപാട് അത്ര നല്ലതല്ല സ്മോക്ക്. അതായത് എപ്പോഴും സ്മോക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ കണ്ടിന്യൂ, എല്ലാ ദിവസവും ആദ്യത്തെ ആഴ്ച ചെയ്യാം, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമോ 3 ദിവസത്തിലൊരിക്കലൊക്കെ ചെയ്യാം. നല്ലതാണ്. പണ്ട് കാലത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം ചെയ്യുന്നതാണ്, എല്ലാവരും ചെയ്യുന്നതാണ് കുന്തിരിക്കം. കുന്തിരിക്കം ഭയങ്കര നല്ലതാണ് ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട്. പിന്നെ മന്ത്രാസ് പ്ലേ ചെയ്യുന്നത് നല്ലതാണ് വീട്ടില്. പവർഫുൾ ആയിട്ടുള്ള മന്ത്രാസ്, ഏതാണോ നമ്മളുടെ മതം അതിനനുസരിച്ചിട്ടുള്ള മന്ത്രാസ് പ്ലേ ചെയ്യുക, അത് നല്ലതാണ്. അതേപോലെ തന്നെ പ്രയറിൽ ഏർപ്പെടുക എല്ലാവരും. ഒരു കുടുംബ പ്രാർത്ഥന ഏർപ്പെടുക കണ്ടിന്യൂസ് ആയിട്ട്. ആ ഒരു പർട്ടിക്കുലർ എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടാവുക. ഇപ്പൊ ചിലപ്പോൾ പൂജാ റൂം, പ്രയർ റൂം, നിസ്കാര റൂം ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു എനർജൈസ് ആയിട്ടുള്ള ഒരു പ്ലേസ് റൂമിൽ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു പോസിറ്റിവിറ്റി എല്ലായിടത്തേക്കും പകരും. അതും പിന്നെ ഏറ്റവും നല്ലത് എസെൻഷ്യൽ ഓയിൽസ്. ഇപ്പൊ ഡിഫ്യൂസർ വാങ്ങിയിട്ട് അതിനകത്ത് എസെൻഷ്യൽ ഓർഗാനിക് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ വാങ്ങിയിട്ട് അത് എടുക്കാം. പിന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേറെ ഒന്നാണ് ബാച്ച് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അതും ഉപയോഗിക്കാം. അതൊരു പൂ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. പൂവിന്റെ ആ ഒരു ബാച്ച് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ബാച്ച് ഫ്ലവർ റെമഡി എന്ന് പറയും. അത് ഉപയോഗിച്ചാലും വീട് ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. വീട്ടിൽ ഓറ ക്ലെൻസ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മറ്റേ ഈ വീട്ടിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരും കൂടെ കുറച്ച് മെഡിറ്റേഷനും ഈ കാര്യങ്ങളിലേക്കൊക്കെ വന്നാൽ മാത്രമാണ് പൂർണ്ണമായി നമുക്ക് ആ ഒരു ക്ലെൻസിങ് നടക്കുക. അപ്പൊ ഇതിപ്പം ഋഷി പറഞ്ഞനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെയും കൂടെ ഒരു എനർജി വൈബ്രേഷൻസ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എനർജി, ചില ആൾക്കാരുടെ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാറില്ല, ഭയങ്കര ഡ്രെയിൻഡ് ആവും. പക്ഷെ ചില ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ്. അതല്ലാതെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? അതായത് ഈ ഓറ വീക്കാവാനായിട്ട് ഒരു കുടുംബം വീടിന്റെ ഓറ വീക്ക് ആവാനായിട്ടുള്ള വേറൊരു മാത്രമല്ല ബ്ലാക്ക് മാജിക്. ഇപ്പൊ ബ്ലാക്ക് മാജിക് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ചെയ്യാം. പക്ഷെ അതേപോലെ ഈ വിളായി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വീടിന്റെ ഓറയല്ല, വീട്ടിലുള്ളവരെ എഫക്ട് ചെയ്യും. വീടിനെ ഈ വിളായി എഫക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടും അത് എഫക്ട് ചെയ്യില്ല, വീട്ടിലുള്ളവരെയാണ് എഫക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾക്കും ഇതേപോലെ നമുക്ക് ഈ എസെൻഷ്യൽ ഓയിൽ ഓർഗാനിക് ആയിട്ടുള്ള സ്പ്രേ അത് വെച്ചിട്ട് നമുക്ക് വാഹനത്തിന് ഇത് ചെയ്യാൻ പറ്റും. ഊത്, ഫ്രാങ്ക് ഇൻസെൻസ്, അപ്പൊ അതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെയും ആ ഒരു ഇത് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ക്ലെൻസ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം അങ്ങനെ ചെയ്യാം. ഓഫീസിൽ, വീട്ടില്, വാഹനത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ തന്നെ ആയിരിക്കും. പിന്നെ നമ്മളെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതി, പുറത്ത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് നോക്കാം. താങ്ക് യു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം
സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.